അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. 28 വർഷമായി വൈദിക ജീവിതത്തിനിടയിൽ ആദ്യമായാണ് കേരളത്തിൽ ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുന്നത്. തന്നെ തള്ളിപ്പറഞ്ഞ ഒരു ജനതയെ തേടി വന്ന വലിയ തമ്പുരാന്റെ കഥയാണ് ക്രിസ്തുമസ്. നമ്മോടുകൂടെ എന്നും ഇമ്മാനുവേൽ ആകാനുള്ള ഒരു സ്നേഹ ചക്രവർത്തിയുടെ ഉത്കടമായ ഉൾത്തള്ളൽ, അതാണ് ക്രിസ്മസ്. 12 മീറ്റർ താഴ്ചയുള്ള ഇടുങ്ങിയ കിണറ്റിൽ വീണ് തൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ രക്ഷിക്കുവാൻ കയറും കോണിയും ചിരയം നിൽക്കാതെ എടുത്തുചാടിയ ഒരപ്പനുണ്ട് ബെത്തലത്തല ഗ്രാമത്തിൽ. തൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കുവാൻ എടുത്തുചാടി ഭൂമിയിലെത്തിയ തമ്പുരാന്റെ ഒരു കാർബൺ പതിപ്പാണ് അദ്ദേഹം. 1898 മഡഗാസ്കറിൽ ഒരു മിഷണറി വൈദികനെത്തി, ഫാദർ ബെയ്സിൻ. അച്ഛനെ കാത്തിരുന്നത് പ്രത്യേകമായൊരു വിളിയാണ്: കുഷ്ഠരോഗികൾക്ക് ആശ്രയമാവുക. കുഷ്ഠരോഗികൾക്കായുള്ള കേന്ദ്രത്തിൽ ആൺപെൺ വ്യത്യാസമില്ല, മുതിർന്നവർ കുട്ടികൾ എന്ന തരംതിരിവുമില്ല. ദുർഗന്ധവും മാലിന്യങ്ങളും സമൃദ്ധമായി ഉണ്ടുതാനും. അച്ഛൻ തന്നെ പരമാവധി പരിശ്രമിച്ച് അവരെ സഹായിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ ആ ആലംബഹീനരുടെ കണ്ണിലുണ്ണിയായി മാറി ബെയ്സിം അച്ഛൻ. അദ്ദേഹം മഡഗാസ്കറിൽ വന്ന് 62ാമത്തെ വയസ്സിൽ ജീവിതം ബലിയർപ്പിച്ചത് തനിക്ക് വേണ്ടിയല്ല, സമൂഹങ്ങളിൽ നിന്നും തള്ളപ്പെട്ട അഗതികളായ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയായിരുന്നു. കാരണം അച്ഛൻ്റെ തമ്പുരാനായ യേശു ബെത്ലഹേമിൽ വന്നത് തനിക്ക് വേണ്ടിയായിരുന്നില്ല, തന്നെ തള്ളിപ്പറഞ്ഞ തള്ളപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ സമൂഹങ്ങളിൽ തള്ളുന്നവരും തള്ളപ്പെടുന്നവരുമുണ്ടല്ലോ. നമ്മെ തള്ളിപ്പറഞ്ഞവർക്ക് നന്മ ആഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുമോ? ശത്രുക്കൾ എന്നല്ല, പലപ്പോഴും മിത്രങ്ങളെ തന്നെ തരംതിരിച്ച് സ്നേഹിക്കുന്നവരാണ് നമ്മൾ. എന്നിട്ടും നാം മലയാളികൾ ആരെയൊക്കെ കാണിക്കുവാൻ വേണ്ടി ക്രിസ്തുമസ് ആഘോഷിക്കും. തള്ളപ്പെട്ടവരെ, നമ്മെ തള്ളിക്കളയുന്നവരെ നമുക്ക് സ്നേഹിക്കേണ്ടേ? അതിന് ഈ ക്രിസ്മസ് ദിനം നമ്മെ സഹായിക്കട്ടെ. ആശംസകളോടെ ഫാദർ ജോൺസൺ തളിയത്ത്.